ആ അമ്മേ, ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് വരാം. അതെയോ? ഉം, ശരി, ഭക്ഷണം കഴിച്ചു പോ. വേണ്ട അമ്മേ, ഞാൻ പോയിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആവും. എടി, കഴിച്ചിട്ട് പോവാൻ പറഞ്ഞില്ലേ? അവിടെ പോയിരിക്കെ. ഞാൻ ഉം, ടിഫിൻ എടുത്തോണ്ട് വരാം. അയ്യോ, പറഞ്ഞാലും കേൾക്കില്ല. അത് ശരി, നീ ഇപ്പൊ എന്തിനാ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന? 2 ദിവസം മുമ്പല്ലേ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. അമ്മേ, കോസ്മെറ്റിക്സ് ഒക്കെ തീർന്നിരിക്കുക, അത് വാങ്ങിക്കാൻ വേണ്ടിയാ പോകുന്നത്. അങ്ങനെയാണോ? ശരി ശരി. ശരി അമ്മേ, ഞാനിന്ന് പോയിട്ട് വന്നേക്കാം. സൂക്ഷിച്ചു പോയിട്ട് വാ. ഉം. ആന്റി, ആരാത്? ഞാൻ ഹൗസ് ഓണറിന്റെ മോനാ ആന്റി. ഓ, ആണോ മോനെ? നിക്ക്, ഞാനിപ്പോ വരാം. അത് ശരി, നീയാണോ ഹൗസ് ഓണറുടെ മോൻ? ആ അതെ ആന്റി, ഞാൻ ഇത്ര ദിവസം ഡൽഹിയിൽ പഠിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം നാട്ടിലേക്ക് വന്നത്. അതെയോ? നിന്നെപ്പറ്റി നിന്റെ അമ്മ എന്നോട് മുമ്പേ പറഞ്ഞിരുന്നു. ഉം. അത് ശരി, എന്താ മോനെ കാര്യം? നിങ്ങൾ ഇനി റെന്റ് തന്നിട്ടില്ല, അതുകൊണ്ടാണ് റെന്റ് എമൗണ്ട് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞത്. അതിനാണോ? ഉം. കാശ് ATM-ൽ പോയി എടുക്കണല്ലോ. വൈകുന്നേരം വരുമോ? ഞാൻ എടുത്തു വെക്കാം. ആ ഓക്കെ ആന്റി, അതൊന്നും സാരില്ല. ഞാൻ വൈകുന്നേരം വന്ന് റെന്റ് വാങ്ങിച്ചോളാം. ശരി, വൈകുന്നേരം കാണാം. ആ ഹലോ, ആ പറഞ്ഞോ അമ്മേ. ആ, എടി എവിടെയാ ഉള്ളത്? അമ്മേ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയേ, സൂപ്പർ മാർക്കറ്റിലാ ഉള്ളേ. എന്താ കാര്യം വേഗം പറ. അങ്ങനെയാണോ? അത് ശരി, നീ വരാൻ എത്ര സമയം എടുക്കും? അമ്മേ, ഞാൻ ഇപ്പോഴല്ലേ വന്നത്, വരാൻ എന്തായാലും 1 മണിക്കൂർ എടുക്കും. കാര്യം എന്താന്ന് പറ. വീട്ടിലേക്ക് വരുമ്പോഴേ ATM-ൽ പോയി ഒരു 15,000 രൂപ പണം എടുത്തോണ്ട് വരണം കേട്ടോ. 15,000? എന്തിനാ അമ്മേ? വീടിന്റെ വാടക കൊടുക്കണം. വൈകുന്നേരം ഹൗസ് ഓണറിന്റെ മകൻ വരും, അതുകൊണ്ട് എടുത്തോണ്ട് വാ. ഓ, അതെയോ? ശരി ശരി, ഞാൻ വരുമ്പോ എടുത്തോണ്ട് വരാം. ആ ശരി. ആ, വാടി, അകത്തേക്ക് വാ. ഉം. എന്താടി, കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നോ? ആ, വാങ്ങിച്ചു അമ്മേ. 2 നെയിൽ പോളിഷ് വാങ്ങിച്ചോണ്ട് വന്നു. എന്തോന്ന്? 2 നെയിൽ പോളിഷ് വാങ്ങാനാണോ നീ അത്ര ദൂരം മാർക്കറ്റിലേക്ക് പോയി വന്ന്? അത് ശരി, പൈസ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, എടുത്തോ? ഉം, എടുത്തോണ്ട് വന്നു അമ്മേ. എന്നാത്താ. ഉം. ശരി, വാ. ഹലോ. ഹായ് ശ്വേത. ആ ഹായ്, പറഞ്ഞോ, എന്താ കാര്യം? സുഖാണോ? ആ, സുഖം തന്നെ. നിങ്ങൾക്ക് സുഖമല്ലേ? ആ എനിക്ക് സുഖാണ്. അതൊക്കെ കേട്ടെ, ഞാൻ നിങ്ങളെ 1 മണിക്കൂറായി വിളിക്കുന്നു, പക്ഷെ നിങ്ങൾ കോൾ എടുത്തതേ ഇല്ല. എന്താ അത്രയ്ക്കും ബിസിയാണോ? ആ അതെ, ഞാൻ കുറച്ച് ജോലി തിരക്കിലായിരുന്നു, അതുകൊണ്ടാ നിങ്ങൾ കോൾ ചെയ്തപ്പോ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞ്. അതുപോട്ടെ, എന്ത് കാര്യത്തിനാ വിളിച്ചത്? വേറൊന്നല്ല, എപ്പോ നോക്കിയാലും നിങ്ങളുടെ ഓർമ്മ തന്നെയാ. അതുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. നമ്മളും കുറെ ദിവസമായി ഫോണിൽ തന്നെ സംസാരിക്കുന്നു. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണുന്നത് പോലെ തോന്നുന്നുണ്ട്. ഈ ആഴ്ചയില് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നേരിട്ട് കണ്ടാലോ? ഹലോ, നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഒരു 4 മാസമല്ലേ ആയി കാണുള്ളൂ. നമ്മൾ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസമേ ആയി കാണുള്ളൂ.
അപ്പോഴേക്കും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു മാസം കൂടി കഴിയട്ടെ, എന്നിട്ട് കാണാം. എന്ത്? ഇനിയും ഒരു മാസം വെയിറ്റ് ചെയ്യണമെന്നോ? അയ്യോ, ഞാൻ ശരിക്കും പാവാട്ടോ. ഞാൻ നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ആഴ്ച മീറ്റ് ചെയ്യാം പ്ലീസ്. ശരിയെന്നാ, നോക്കാം. ഹലോ, നിങ്ങളെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്ലീസ്, ഈ ആഴ്ച എന്തെങ്കിലും ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് മീറ്റ് ചെയ്യാന്നേ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ഞായറാഴ്ച നിങ്ങൾ ഫ്രീ ആണോ? ഹലോ, നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഓടി എത്തേക്കാം. എപ്പം മീറ്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി, വരുന്ന ഞായറാഴ്ച ഫ്രീ ടൈം എപ്പോഴാന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ആണോ? വളരെ താങ്ക്സ് ടോ. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഒന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യണേ, ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. ആന്റി, 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 ആരാ നിങ്ങള്? ഞാൻ ഹൗസ് ഓണറിന്റെ മോനാണ്. ആന്റി വീട്ടിലില്ലേ? വൈകുന്നേരം വീടിന്റെ വാടക തരാന്ന് പറഞ്ഞിരുന്നു. അതാ വാങ്ങിച്ചോണ്ട് പോകാൻ വന്നേ. അതെയോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ, അമ്മ അടുക്കളയിൽ കുറച്ച് പണിയിലാണെന്ന് തോന്നുന്നു. ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ശരി. അമ്മേ, അമ്മേ. എന്തിനാ ഒച്ച വെക്കുന്ന? എന്താ കാര്യം? ഹൗസ് ഓണറിന്റെ മോൻ പുറത്ത് നിൽക്കുന്നുണ്ട്. വാടക കൊടുക്കാന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുക. ശരി. ഇന്നാ മോനെ, ഇതിൽ 15,000 ഉണ്ട്, എണ്ണി നോക്കിക്കോ. താങ്ക്സ് ആന്റി. ഏയ് സാരമില്ല. ശരി, ഞാൻ എന്നാ പോയിട്ട് വരാം. ആ, പോയിട്ട് വാ. ഹലോ. ഹലോ, എന്താ വാച്ചിലോട്ട് ഡൾനെസ്? എന്താ ഓർമ്മ? ഒന്നുമില്ല, പറഞ്ഞോളൂ. വേറൊന്നുമല്ല, നിങ്ങളോട് സംസാരിക്കണം തോന്നി, അതുകൊണ്ടാ വിളിച്ചത്. അങ്ങനെയാണോ? ഞാൻ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിക്കാനിരിക്കായിരുന്നു. ആണോ? എന്തൊരു അത്ഭുതമാണത്. ശരി, എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്? പറയൂ. നിങ്ങൾക്ക് എന്നെ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പാണ്? എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കാശ് വേണോ? എത്രയാ വേണ്ടത്? ഒരു 25,000 രൂപ വേണം. എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തീരെ സുഖമില്ലാണ്ടായി. അമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഹോസ്പിറ്റലിലെ ചെലവിന് കാശ് വേണം. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കുമോ? നാളെ രാവിലെ തന്നെ എനിക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ആരോട് ചെന്ന് ചോദിക്കണമെന്ന് അറിയാണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അതെ, നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതൊന്നും ഒരു വിഷയമല്ലെന്നേ. ഞാൻ തരാം. അല്ല, കാശ് ഇപ്പൊ എങ്ങനെയാ അയക്കുക? ആ, ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേന്റെ നമ്പർ അയക്കാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്കാനർ വാട്സപ്പ് ചെയ്യാം. അത് സ്കാൻ ചെയ്ത് അയച്ചാലും മതി. ആ ശരി, നിങ്ങൾ സ്കാനർ അയച്ചാൽ മതി, ഞാൻ സെൻഡ് ചെയ്തേക്കാം. അതെ, എന്നെ പുറത്തത്തെ ഒരാളെ പോലെ കാണരുത്. ഞാനും നിങ്ങളുടെ ഫാമിലിയിലെ ഒരാളാണ്. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. എന്താ ഓക്കെ അല്ലേ? ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തിനായി താങ്ക്സ് ഒക്കെ? ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ എന്റെ ശമ്പളം വന്നോളും. അതെന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ഉടനെ തന്നെ നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു തരാം. അതെ, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. നിങ്ങൾ ആദ്യം സ്കാനർ അയക്കുന്നേ. ഓക്കെ, താങ്ക്സ്. ആ ഓക്കെ. ഹലോ. ആ ശ്വേത, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ചിരുന്നു, വന്നോ? ആ, വന്നിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ലെന്നേ. ബൈ. ബൈ. ഹായ്. ഹായ്. എന്താ പുറത്തു പോകണോ? ആ അതെ. വീട്ടിൽ ആന്റി ഉണ്ടോ? ആ ഉണ്ട്, ചെന്നോളൂ. ആ ശരി. ഉം. ആന്റി, ആന്റി. ആ, മോനായിരുന്നോ? പറയ്. വേറൊന്നുമല്ല, അമ്മ റെന്റൽ റെസിപ്റ്റ് തന്നയച്ചു. അത് തരാൻ വേണ്ടി വന്നതാ. പുറത്തെന്തിനാ നിൽക്കുന്ന? അകത്തോട്ട് വാ. ആ. നീ ഇവിടെ ഇരിക്കും മോനെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ആ ശരി ആന്റി.
എന്നാ മോനെ ജ്യൂസ് കുടിക്ക്. താങ്ക്സ് ആൻറ്റി. സാരമില്ല മോനെ, കുടിക്ക്. എന്തിനാ നിൽക്കുന്നേ? ഇരുന്നൂടെ ആൻറ്റി. ഉം. ആൻറ്റി, ഉം. ഇപ്പൊ ഒരു പെൺകുട്ടി പോയല്ലേ, അത് നിങ്ങളുടെ മോളല്ലേ? അതെ, എന്റെ മോളാണ് അവള്. നിങ്ങളുടെ മോളും നിങ്ങളെപ്പോലെ തന്നെ നല്ല സുന്ദരിയാണ് ആൻറ്റി. അങ്ങനെയാണോ? അത്രയ്ക്ക് സുന്ദരിയാണോ? അതെ ആൻറ്റി. പിന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? സപ്പോസ് വാട്ടർ പ്രോബ്ലമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം. ഓക്കെ അല്ലേ? ഇല്ല മോനെ, എല്ലാം കറക്റ്റാണ്. നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് എന്തായാലും 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ആൻറ്റി? ആ, ആയിരിക്കും. ഈ വീട്ടില് ഫർണിച്ചർ, ഫ്രിഡ്ജ്, ബെഡ് ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് വളരെ സഹായമാണ് മോനെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു വേണ്ടി കാശ് ചെലവാക്കേണ്ടിയിരുന്നില്ലേ? ഓ അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. ഈ ബിൽഡിംഗ് മുഴുവനും നിങ്ങളുടേതാണോ? അതെ ആൻറ്റി, ഞങ്ങളുടേതാ. ഈ ബിൽഡിങ്ങിൽ മൊത്തം 4 ഫ്ലോർസ് ഉണ്ട്. ഈ ഫ്ലോറിലെ എൻ്റെ കസിനും അവരുടെ ഫാമിലിയും താമസിച്ചിരുന്നു. അങ്ങേർക്ക് ഫോറിനിൽ ജോലി കിട്ടിയത് കൊണ്ടേ ഫോറിനിൽ പോയി സെറ്റിലായി. ഈ വീട്ടിലെ സോഫ, ഫ്രിഡ്ജ് എല്ലാം അവരുള്ളപ്പോൾ വാങ്ങിയതാണ്. ഓ, അങ്ങനെയാണോ? അങ്ങേര് എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ഏകദേശം ഒരു 2-3 കൊല്ലെങ്കിലും ആവും ആൻറ്റി. ഓ, അങ്ങനെയാണോ? അത് ശരി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ബിൽഡിംഗ് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ? ആൻറ്റി, ഞങ്ങൾക്ക് ഇതുപോലെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഉം, ഈ സ്ട്രീറ്റിന്റെ എൻട്രൻസിൽ ഒരു വലിയ കോംപ്ലക്സ് ഇല്ലേ, ഉം. അതുപോലെ ഞങ്ങളുടേതാ ആൻറ്റി. ഈ ബിൽഡിംഗ് ഉള്ളതേ ഞങ്ങളുടെ അച്ഛന്റെ പേരിലാണ്. ആ വലിയ കോംപ്ലക്സ് ഇല്ലേ, അത് മുഴുവൻ എന്റെ പേരിലുള്ളത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയ കോടീശ്വരന്മാരായിരിക്കുമല്ലോ. അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, ഇത് മുഴുവനും എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണോ? ഉം. ശരി ശരി. ശരി ആൻറ്റി, സമയമാണ്, ഞാൻ ഇറങ്ങുക. ശരി. ഉം. അയ്യോ, ഇവനോ? കാശ് തിരിച്ചു ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാ? എന്തിനാ ഫോൺ ചെയ്തതെന്ന് അറിയില്ലല്ലോ. ശരി, എന്തായാലും ചോദിക്കാം. ഹലോ ഹലോ. ഹലോ. ഹായ്. ഹായ്. ആ ശ്വേത, നിങ്ങളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞില്ലേ? എന്താ പോയിട്ട് വന്നോ? അതേന്നേ, ഞങ്ങൾ പോയിരുന്നു. അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്ന 25,000 രൂപയാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് അടച്ചത്. പക്ഷെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇനി 75,000 അടയ്ക്കണമെന്നാ പറയുന്നത്. എന്ത്? ഇനിയും 75,000 അടയ്ക്കണമെന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? അതേന്നേ, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്തുപറ്റി? എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ ശമ്പളം കിട്ടിയ ഉടനെ ഞാൻ തിരിച്ചു തന്നേക്കാം. അതിനല്ല, പെട്ടെന്ന് 75,000 ചോദിച്ചാ. ശരി, ഇനിയെങ്കിലും റെഡിയാക്കി അയച്ചുതരാം. ഒരുപാട് താങ്ക്സ് കേട്ടോ. അയ്യോ, താങ്ക്സ് ഒന്നും വേണ്ട. ശരിയെന്നാ, അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പിന്നെ സംസാരിക്കാം. ബൈ. ശരി, ബൈ. ആരോടാടി ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്ന? അവനൊരു വേസ്റ്റ് ഫെലോയാ അമ്മ. വേസ്റ്റ് ഫെല്ലോ ആണെങ്കിൽ അവനോട് എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്ന? വെറും 75,000 രൂപയെ ഞാൻ ചോദിച്ചോളൂ. അത് തരാൻ തന്നെ അത്രയ്ക്ക് ആലോചിക്കുക. എനിക്ക് അവനതെങ്ങനെങ്കിലും റെഡിയാക്കി തരുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ? കിട്ടിയാ ശരി, എങ്ങനെങ്കിലും വാങ്ങാൻ നോക്ക്. ഉം. എടി മോളെ, നിനക്ക് ഒരു കാര്യം അറിയോ? എന്ത് കാര്യാ അമ്മ? എന്താന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. നമ്മുടെ ആ ഹൗസ് ഓണറിന്റെ മകനില്ലേ, അവനോട് ഞാൻ ഇന്ന് സംസാരിച്ചിരുന്നു. അവര് നല്ല കാശുള്ള പാർട്ടിയാ മോളെ. അതെയോ? അതേടി, അവർക്ക് നമ്മളിരിക്കുന്ന ഈ മുഴുവൻ ബിൽഡിങ്ങും റോഡിന്റെ മുന്നിലുള്ള ആ കോംപ്ലക്സും അങ്ങനെ അവർക്ക് ഒരുപാട് സ്വത്തുണ്ട്. ഓഹോ, അതെയല്ലേ. ശരി ശരി. ആന്റി, ഉം.
ആന്റി അമ്മ പുറത്തു പോയിരിക്കാം. എന്താ കാര്യം? ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്നോടോ? അതെ, നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? ആ, അതിനെന്താ, അകത്തേക്ക് വരൂ. താങ്ക്സ്. ഉം. എനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഐ ലവ് യു. അയ്യോ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊക്കെ? എനിക്ക് ലവ് ഒന്നും ഒട്ടും സെറ്റ് ആവില്ല. അതെന്താ? എന്റെ ഫ്രണ്ടിന്റെ പുറകെ ഇതുപോലെ ഒരാള് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ചായിരുന്നു താമസവും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാൾ എന്റെ ഫ്രണ്ടിനെ ചതിച്ച് പോയി കളഞ്ഞു. അയാള് കാരണം ഇപ്പൊ എന്റെ ഫ്രണ്ട് പ്രഗ്നന്റ് ആയിരിക്കുക. ഈ ലവ് കാരണമാണ് എന്റെ ഫ്രണ്ടിന്റെ ജീവിതം തന്നെ നശിച്ചത്. അതുകൊണ്ടാ എനിക്ക് ലവ് എന്ന് കേൾക്കുന്ന തന്നെ ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചേക്കാം. കല്യാണം കഴിച്ചിട്ട് പ്രണയിക്കാം. ശരിയെന്നാ, പക്ഷേ ഇതിനെപ്പറ്റി ആദ്യം നിങ്ങൾ എന്റെ അമ്മയോട് സംസാരിക്കുക. എനിക്കെല്ലാം എന്റെ അമ്മയാണ്. എനിക്ക് അമ്മ ഓക്കെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ആദ്യം അമ്മയോട് സംസാരിച്ച് സമ്മതിപ്പിക്കാൻ നോക്ക്. ശരി, സംസാരിക്കാം. എന്താ കാര്യം മോനെ, പറയേ. ആന്റി, എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ മോളെ കെട്ടിച്ചു തരാൻ പറ്റുമോ? ഇത് നോക്കു മോനെ, നിങ്ങൾ ഈ ഏരിയയിലെ കോടീശ്വരന്മാരാണ്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വാടകക്കാരും. എന്റെ മകളെ നീ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാ നിന്റെ വീട്ടിലുള്ളവർ സമ്മതിക്കോ? ആന്റി, നിങ്ങൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ എല്ലാവരും ഓക്കെ പറഞ്ഞേക്കും. നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഈ കല്യാണത്തെക്കുറിച്ച് നിങ്ങളുടെ മോളോട് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെ ആണെന്ന് പറഞ്ഞ്. നിങ്ങൾക്കതിന് സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം ആൻറ്റി. അങ്ങനെയാണോ? ശരി മോനെ, എനിക്കൊരു 2 ദിവസം സമയം വേണം. എനിക്കിതിനെപ്പറ്റി നന്നായി ഒന്ന് ആലോചിക്കണം. ആൻറ്റി, നിങ്ങൾ നല്ലോണം ആലോചിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം. എന്നെ പറ്റിക്കരുത്. ശരി മോനെ, ഞാൻ പറയാം. ഇത് നോക്കു മോനെ, ഉം. ഞാൻ നന്നായി ആലോചിച്ചു നോക്കി. നിന്നെയും എന്റെ മോളെയും തമ്മിൽ കല്യാണം കഴിപ്പിച്ചാ അത് നന്നായിരിക്കും. പക്ഷേ ഞങ്ങൾ ഒരു ചെറിയ പ്രോബ്ലത്തിലാണുള്ളത്. ആണോ? എന്താ പ്രോബ്ലം? ഞാന് 1 വർഷം മുമ്പ് ഒരാളുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. ഉം? അതിപ്പോ പലിശയും കൂടി ചേർത്ത് 15 ലക്ഷം ആയിരിക്കുന്നു. അദ്ദേഹം ഇപ്പൊ പെട്ടെന്ന് മുഴുവൻ പണവും വേണമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് പൈസ വരാനുണ്ട്, ഒരു 6 മാസം സമയം തരുമെന്ന് ചോദിച്ചു നോക്കി. എന്നാൽ അദ്ദേഹം ഉടനെ എന്റെ മുഴുവൻ പണം തിരിച്ചു വേണം, അല്ലെങ്കിൽ നിന്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ചതായെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് 15 ലക്ഷം റെഡിയാക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാ മോനെ റെഡിയാക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം ചോദിച്ച പോലെ എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുക. എന്നാ കറക്റ്റായിട്ട് ആ സമയത്താണ് നീ വന്ന് എന്റെ മകളെ വളരെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും നിന്നെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. നിന്നെ കല്യാണം കഴിച്ച എന്റെ മോളുടെ ജീവിതം സന്തോഷമായിരിക്കും. പക്ഷേ എനിക്ക് കടം തന്നവരോട് എന്തു മറുപടിയാ പറയേണ്ടതെന്ന് എനിക്കറിയാത്തത്. അതുകൊണ്ടാണ് നീ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊരു 2 ദിവസം സാവകാശം തരാൻ ഞാൻ നിന്നോട് ചോദിച്ചത്. പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കടം വാങ്ങി അദ്ദേഹത്തിന്റെ 15 ലക്ഷം കൊടുത്ത് നിനക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ എന്തു ചെയ്യാനാ, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പണം കിട്ടിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയുന്നില്ല. ശരി ആൻറ്റി, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മോൾക്ക് വേണ്ടി ഈ പണം മുഴുവനും ഞാൻ തന്നെ തന്നേക്കാം. ആ കാശ് നിങ്ങൾ കടം വാങ്ങിയില്ലേ, അവരോട് തിരിച്ചു കൊടുത്തേക്ക്. ഇത് നോക്ക്, നീ പറഞ്ഞ പോലെ എനിക്ക് ആ 15 ലക്ഷം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി അയാൾക്ക് കൊടുക്കാനുള്ള ആ 15 ലക്ഷം കൊടുത്തിട്ട് പിന്നീട് ഒരു പേടിയില്ലാതെ നിനക്ക് എന്റെ മോളെ സന്തോഷത്തോടെ കല്യാണം കഴിപ്പിച്ചു തരാം. കാരണം നിന്നെപ്പോലൊരു ചെറുക്കനെ കിട്ടാൻ ഞങ്ങൾ വലിയ പുണ്യം ചെയ്തിരിക്കണം. താങ്ക്സ് ആൻറ്റി. എനിക്ക് ഈ പണം റെഡിയാക്കാൻ 1 ആഴ്ച സമയം വേണം. അപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെങ്കിലും ഈ 15 ലക്ഷം റെഡിയാക്കി തന്നേക്കാം. ശരി മോനെ, അയാളോട് പറഞ്ഞു നോക്കാം. ശരി ആൻറ്റി. ഉം. ആ ശരി, എങ്ങനെയെങ്കിലും ഞാൻ ആ പൈസ തിരിച്ചു തന്നേക്കാന്നേ. ഉം. പറ്റില്ല, എന്റെ മകളെ ഒന്നും നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ പറ്റില്ല. നിങ്ങളുടെ പണം ഞാൻ 2 ദിവസം കൊണ്ട് തന്നേക്കാം.
ഇല്ലെന്നേ, തീർച്ചയായും എന്റെ മകളെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മുഴുവൻ പൈസയും 2 ദിവസം കൊണ്ട് തന്നേക്കാം. അത് വാങ്ങി ദയവ് ചെയ്ത് ഞങ്ങൾ വിട്ടേക്ക്. എന്റെ മകൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എനിക്കും എന്റെ മകൾക്കും ആ ചെറുക്കനെ വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഇനി കല്യാണത്തെ പറ്റി പറയണ്ട. ആ, അയ്യോ, ആ, വാ മോനെ. ഫോണിൽ ആരായിരുന്നു ആൻറ്റി? അത് ഞാൻ ഒരാളോട് കടം വാങ്ങിയെന്ന് പറഞ്ഞിരുന്നില്ലേ, അയാളാണ് എനിക്ക് ഫോൺ ചെയ്തത്. അയാളുടെ കാശ് 2 ദിവസം കൊണ്ട് തിരിച്ചു തന്നേക്കാന്നാ പറഞ്ഞ്. ആണോ? താങ്ക്സ് ആൻറ്റി. ശരി, അകത്തേക്ക് വാ മോനെ, സംസാരിക്കാം. വാ മോനെ, ഇവിടെ വന്നിരിക്കെ. ആൻറ്റി, ഇതിൽ 15 ലക്ഷം കാശുണ്ട്. ഉം. നിങ്ങൾ ആ കൊടുക്കാനുള്ളവരെ വിളിച്ച് ഈ കാശ് മൊത്തം കൊടുത്തേക്ക്. അങ്ങനെയാണോ? അയ്യോ, അയ്യോ. ആ, പണം കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഈ പണം കൊണ്ടുപോയി കൊടുത്തേക്കാം. ശ്വേതേ, ശ്വേതേ. ആ വരുന്നു അമ്മേ. എന്താ അമ്മ വിളിച്ചേ? വാ മോളെ, വന്നിരിക്കെ. ശ്വേതേ, ഇതാണ് നമ്മുടെ ഹൗസ് ഓണറിന്റെ മകൻ. നിനക്കറിയില്ലേ? ആ, നന്നായിട്ട് അറിയാമേ. ഇവർക്കാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് സമ്മതല്ലേ? അമ്മ ആരെ ചൂണ്ടിക്കാണിച്ചാലും ഞാൻ കല്യാണം കഴിക്കും അമ്മേ. കണ്ടില്ലേ മോനെ, എന്റെ മോക്ക് എന്നോട് എത്ര സ്നേഹാന്ന്. എന്റെ മോള് ഒരിക്കലും ഞാൻ പറഞ്ഞത് ധിക്കരിക്കാറേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മോളെ ഇഷ്ടമായത്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് കാണണം. എത്രയും പെട്ടെന്ന് ഒരു നല്ല മുഹൂർത്തം നോക്കി ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തന്നേക്കാം. നിങ്ങളുടെ അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കാം. ഇത് നോക്കു മോനെ, എന്റെ മോള് ശരിക്കും നല്ല കുട്ടിയാ. ഇന്നു മുതല് എന്റെ മോളെ നീയാണ് ഭദ്രമായിട്ട് നോക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം ആൻറ്റി. ഞാൻ ഇപ്പൊ തന്നെ ഇതിനെക്കുറിച്ച് വീട്ടിലെല്ലാവരോടും സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും കല്യാണം കഴിപ്പിച്ച് തരാൻ പറയാം. എന്താ അത്? 2 ദിവസമായാലോ വീട് പൂട്ടിക്കിടക്കുന്നു. ശരി, ആൻറ്റിയെ ഒന്ന് വിളിച്ചു നോക്കാം. ഇതെന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? രണ്ടുപേരും എങ്ങോട്ടാ പോകുന്ന ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ ആ കടം കൊടുത്തവന് കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കുമോ? അങ്ങനെ പോവുകയാണെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? എന്തായിരിക്കും? എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത്? ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അയ്യോ, ഇവരുടെ വാക്കും വിശ്വസിച്ച് 15 ലക്ഷം കൊടുത്തും പോയി. ഇതിപ്പോൾ അമ്മ അറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ. ഒരുപക്ഷെ രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിച്ചതായിരിക്കോ? രണ്ടുപേരുടെ നമ്പരും സ്വിച്ച് ഓഫ് ആണല്ലോ. കെട്ടിച്ചേരാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് 15 ലക്ഷം അടിച്ച് മാറ്റിയല്ലോ.